നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാമോ ഇല്ലെന്ന് ഒരുപാട് ആളുകൾ എന്നോട് മെസ്സേജ് അയച്ചിരുന്നു. ഖുർആനിലെ 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ 58-ാം വചനത്തിലൂടെ വ്യക്തമായ നബിയെ അങ്ങ് പറയുക, അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടും റഹ്മത്ത് കൊണ്ടും നിങ്ങൾ സന്തോഷിക്കുക, അതാണ് മറ്റെന്തിനേക്കാളും നിങ്ങൾക്ക് ഖൈർ. ആ ആയത്തിന്റെ ഒരുപാട് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും. ആ റഹ്മത്ത് എന്നാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾ കളവ് പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് സാബി ഓതി ഇതേ ആയത്ത് ഓതിയിട്ട് പറയാണ്, സൂറത്ത് യൂനുസിലെ ആയത്ത് ഓതിയിട്ട് പറയാണ്, ഫദ്ല് റഹ്മത്ത് എന്നതുകൊണ്ട് ഖുർആനും സുന്നത്തുമാണ് ഉദ്ദേശിച്ചതെന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇറാഖിൽ നിന്ന് വലിയൊരു എമൗണ്ട് ടാക്സ് ആയിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലേക്ക് വന്നേരം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലുള്ള ആളുകൾ പറഞ്ഞ് ഹാദാ ഫദ്ലും വറഹ്മത്ത്, ഇതാണ് ഫദ്ലും വറഹ്മത്തും എന്ന്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, കദബ്ത്, നിങ്ങൾ കളവ് പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് സാബി ഓതി ഇതേ ആയത്ത് ഓതിയിട്ട് പറയാണ്, സൂറത്ത് യൂനുസിലെ ആയത്ത് ഓതിയിട്ട് പറയാണ്, ഫദ്ല് റഹ്മത്ത് എന്നതുകൊണ്ട് ഖുർആനും സുന്നത്തുമാണ് ഉദ്ദേശിച്ചതെന്ന്. അതുപോലെ തന്നെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് സാബി ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. കാരണം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസ് അജ്മഈൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സ്വന്തം മാതാപിതാക്കളെക്കാൾ മക്കളെക്കാൾ മറ്റു ഏതൊരു മനുഷ്യനേക്കാൾ എന്നെ സ്നേഹിക്കുന്നതുവരെ ഒരാളും പരിപൂർണ്ണ മുഅ്മിനാവുകയില്ല. നമ്മുടെ ഉമ്മയെക്കാളും ഉപ്പയെക്കാളും മറ്റാരെക്കാളും നമ്മൾ സ്നേഹിക്കേണ്ടത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. അതുകൊണ്ട് ഈ ഹദീസ് മറ്റ് ലഫ്ളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഈ ആയത്തും ഈ ഹദീസും ഒന്ന് മനസ്സിലാക്കിയിട്ട് നബിദിനം ആഘോഷിക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുകയോ ചെയ്തിട്ടില്ല. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഈ ഫദ്ല് റഹ്മത്ത് എന്നതുകൊണ്ട് ഖുർആനും ഇസ്ലാമുമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് തഫ്സീർ തബരിയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് തഫ്സീറുകളിൽ ബൈദാവിയിലായിക്കോട്ടെ, ഇവർ തന്നെ ഓതുന്ന ജലാലൈനിലായിക്കോട്ടെ, ഇതിലൊക്കെ കൊടുത്തിട്ടുള്ളത് എന്താണ്? ഇത് ഒന്നെങ്കിൽ ഖുർആന് സുന്നത്ത് അല്ലെങ്കിൽ ഖുർആന് ഹിദായത്ത് എന്നൊക്കെയാണ്. അപ്പോൾ ഇവർക്ക് ആർക്കും ഇത് അങ്ങനെ മനസ്സിലായിട്ടില്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്നുള്ള ആയത്ത് കൊണ്ടാണ് ഇത് തഫ്സീർ ചെയ്യേണ്ടിരുന്നത്. പിന്നീട് ഇനി നിങ്ങൾ പറഞ്ഞത് നമ്മൾ അംഗീകരിച്ച് തരികയാണെങ്കിൽ തന്നെ അങ്ങനെ ഒരു തഫ്സീർ കൊടുത്താൽ വലിയ അർത്ഥത്തിന് മാറ്റമൊന്നുമില്ല എന്നാണെങ്കിൽ ഈ തഫ്സീർ, ഈ അർത്ഥം ഈ ഖുർആൻ ഇറക്കപ്പെട്ട ആളുകൾക്ക് ആർക്കും ഇത് മനസ്സിലായിട്ടില്ല എന്നാണ്. അതായത് 600 വർഷത്തോളമുള്ള ഇസ്ലാമിക് സ്കോളർഷിപ്പിൽ ആർക്കും ഇത് മനസ്സിലായിട്ടില്ല. അവരാരും നബിദിനം കൊണ്ടാടിയിട്ടില്ല. കാരണം അവർക്കിത് തിരിയാത്തതുകൊണ്ട്. അജീബ്. ഇത് സാബിക്കും സാബിയെ പോലുള്ള ഒരുപാട് പേർക്കും വേണ്ടിയുള്ള നസിഹത്താണ്. ഓരോ ഫോളോവറും ഓരോ അമാനത്താണ്. ഓരോ വാക്കിനും നിങ്ങൾ ഉത്തരം പറയേണ്ടതാണ് എന്ന് ഓർമ്മിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയുക. അൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത് قال رسول الله صلى الله عليه وسلم من عمل عملا ليس عليه امرنا فهو رد. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം ചെയ്തുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നമ്മുടെ കൽപ്പനയ്ക്ക് അനുസൃതമല്ലാത്ത, ദീനിലില്ലാത്ത ഒരു പ്രവൃത്തി ആരെങ്കിലും ചെയ്താൽ അത് തള്ളപ്പെടേണ്ടതാണ്.